ആദ്യം മൂന്നാറിലേക്കാണ്. അവിടെ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങിയിട്ടുണ്ട്. കന്നിമലൈ സ്റ്റേറ്റ് ലോവർ ഡിവിഷനിലാണ് പടയപ്പ ഇറങ്ങിയത്. ജനവാസ കേന്ദ്രത്തിൽ കടന്ന പടയപ്പ കൃഷിയൊക്കെ നശിപ്പിച്ചാണ് മടങ്ങിയത്. ജെയിനസ് രാജു ഉണ്ട് വിവരങ്ങളുമായി. ജെയിൻ, കുറെ നേരം കഴിഞ്ഞാണോ പടയപ്പ മടങ്ങിപ്പോയത്? അതെ ആര്യ, കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങിപ്പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് മേഖലയിലാണ് പടയപ്പ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ കന്നിമല ഭാഗത്തേക്ക്, സ്റ്റേറ്റ് ലോവർ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി 12 മണിയോടെ കൂടിയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. അതിനുശേഷം അവിടെ തോട്ടം തൊഴിലാളികളുടെ അടുക്കളത്തോട്ടമുണ്ട്, അവിടെ കയറി ഈ കൃഷിയെല്ലാം നശിപ്പിച്ചു. അതിനുശേഷം ഏറെ നേരം ആ ജനവാസ മേഖലയിൽ ഭീതി വിതച്ച ശേഷമാണ് ഈ പടയപ്പ ആ ജനവാസ മേഖലയിൽ നിന്ന് മാറിപ്പോയത്. നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് ഒരു 6 മാസത്തിലധികമായി തുടർച്ചയായി പടയപ്പ ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്, മറ്റെങ്ങും പോകുന്നില്ല. നേരത്തെ ഒരു 6 മാസം കാട്, ഒരു 6 മാസം നാട് എന്ന രീതിയിലായിരുന്നു പടയപ്പ. പക്ഷേ ഇപ്പോൾ കുറെ നാളായി അതിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഈ പൂർണ്ണ സമയവും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് പടയപ്പ എത്താം എന്നുള്ള അവസ്ഥയിലാണ്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. പലതവണ ഈ കാര്യം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കടുവയുടെ ആക്രമണം ഒരു വശത്ത് നടക്കുന്നു, അതോടൊപ്പമാണ് പടയപ്പയുടെ ഭീതിപ്പെടുത്തൽ മറുവശത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ നിന്ന് ഈ ആനയെ മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. പക്ഷേ അത് കാര്യമായി പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി ജെയിൻ.